കേരള നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം അതൊരു ക്യാബിനറ്റ് പദവിയല്ല. എന്നാലും അതൊരു പദവി തന്നെയാണ്. തീർച്ചയായിട്ടും ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ ഒരു മുന്നണിക്ക് ഒക്കെ തന്നെ അവകാശപ്പെടുന്ന ഒരു പദവി. CPM-ന് ശേഷം രണ്ടാം കക്ഷിയായി അറിയപ്പെടുന്ന CPI ഈ വിഷയത്തിൽ, അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം തങ്ങൾക്ക് വേണം എന്ന വിഷയത്തിൽ അതിശക്തമായ നിലപാടാണ് കഴിഞ്ഞ ദിവസം മുതൽ സ്വീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ഒരു നടപടിയും ഉണ്ടാകില്ല, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകളും ഉണ്ടാകില്ല എന്ന നിലപാടാണ് കഴിഞ്ഞ ദിവസം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം സ്വീകരിച്ചത്. അദ്ദേഹം അതുതന്നെയാണ് മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ ഇതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. CPI ഈ കടുംപിടുത്തം പിടിക്കുന്നതിന് പിന്നിൽ ഒരു രഹസ്യമുണ്ട് എന്നാണ് ചില രാഷ്ട്രീയ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വരികയാണെങ്കിൽ അത് KN ബാലഗോപാലിന് നൽകേണ്ടി വരും. KN ബാലഗോപാലിന് പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് വരെ അർഹതയുള്ള വ്യക്തിയാണ്, കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അദ്ദേഹത്തെ തട്ടിമാറ്റിക്കൊണ്ടാണ് വീണ്ടും പിണറായി വിജയൻ ഈ ഒരു സ്ഥാനത്തേക്ക്, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക്, ക്യാബിനറ്റ് പദവിയുള്ള ഈ ഒരു സ്ഥാനത്തേക്ക് കടന്നു വന്നത്. അതുതന്നെ CPM-ലടക്കം CPI-യിലുമൊക്കെ തന്നെ വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. ഇപ്പോൾ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ബാലഗോപാലിന് നൽകേണ്ടി വരും. എന്തായാലും CPM അത് ഏറ്റെടുക്കുകയാണെങ്കിൽ മറ്റൊരു നേതാവ് ഇല്ല, അല്ലെങ്കിൽ മറ്റൊരു നേതാവിനെ പരിഗണിക്കാൻ അവർക്ക് ധാർമ്മികമായി പറ്റില്ല. എല്ലാം കൊണ്ടും യോഗ്യനും അല്ലെങ്കിൽ അതിനുള്ള അവകാശം രാഷ്ട്രീയപരമായും പാർട്ടിപരമായും KN ബാലഗോപാലിനാണ്. അപ്പോൾ KN ബാലഗോപാൽ പ്രതിപക്ഷ ഉപനേതാവായാൽ പിണറായിക്ക് ഏതാണ്ട് ഒപ്പമുള്ള, അങ്ങനെയല്ല എങ്കിൽ പോലും പിണറായിക്ക് ഏതാണ്ട് ഒപ്പമുള്ള ഒരു സ്ഥാനത്തേക്ക് അദ്ദേഹം എത്തും. അത് തടയുന്നതിന് വേണ്ടി CPI-യെയും ബിനോയ് വിശ്വത്തെയും പിണറായി പക്ഷക്കാരും പിണറായി വിജയൻ തന്നെയും ഇളക്കി വിടുകയാണ് എന്ന ഒരു ഭാഷ്യം ഇതിന് വന്നിട്ടുണ്ട്. അതായത് CPI-യെ ഇളക്കി കളിക്കുകയാണ് പിണറായി വിജയൻ. അവസാനം CPI-യുടെ സമ്മർദ്ദത്തിന് വഴങ്ങി CPI നേതാവിന് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം കൊടുക്കേണ്ടി വന്നു എന്ന് വരുത്തി തീർക്കുകയും അതുവഴി KN ബാലഗോപാലിനെ ഒതുക്കുകയുമാണ് പിണറായി പക്ഷവും പിണറായി വിജയനും ലക്ഷ്യമിടുന്നത് എന്ന് ചില രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് സൂചനകൾ ലഭിക്കുന്നു. സത്യമാകാനും സാധ്യതയുണ്ട്. കാരണം താനല്ലാതെ മറ്റൊരു നേതാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന, ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്ന, പാർട്ടിയെ ഏതാണ്ട് സമ്പൂർണ്ണമായി കൈപ്പിടിയിൽ ഒതുക്കിയ, താനല്ലാതെ മറ്റൊരു നേതാവില്ല, പാർട്ടിയില്ല, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരാരായാലും ശരി, താൻ കഴിഞ്ഞേ ഉള്ളൂ, താൻ എടുത്തതിന് ശേഷം ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന പിണറായി വിജയൻ CPI നേതാക്കളെ, ബിനോയ് വിശ്വത്തെ അടക്കം ഇളക്കി കളിക്കുകയാണ് എന്ന് സംശയം തോന്നിയാൽ നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. KN ബാലഗോപാലിനെ ഉപനേതാവായി ചുമതലപ്പെടുത്തുന്നത് ഒഴിവാക്കാനുള്ള പിണറായി പക്ഷ നീക്കമായിട്ടാണ് CPI-യുടെ ഈ സമ്മർദ്ദത്തെ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. ചരിത്രപരമായ തോൽവിയോടെ ഭരണം നഷ്ടമായെങ്കിലും 35 അംഗങ്ങൾ മാത്രമുള്ള പ്രതിപക്ഷത്തെ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കട്ടെ എന്നായിരുന്നു CPM തീരുമാനം. അതായത് പിണറായി എടുത്ത തീരുമാനം തന്നെ CPM തീരുമാനം. CPI ഉൾപ്പെടുന്ന ഇടതുമുന്നണി സംവിധാനവും ഇത് അംഗീകരിച്ചു. എന്നാൽ ദയനീയ തോൽവിയിലേക്ക് സർക്കാരിനെ നയിച്ച പിണറായി പ്രതിപക്ഷ നേതാവായി നയിക്കുന്നതിനെതിരെ കീഴ്ഘടകങ്ങളിൽ നിന്ന് വലിയ വിമർശനം വന്നെങ്കിലും നേതൃമാറ്റമെന്ന ആവശ്യം CPM നേതൃത്വം നിരാകരിക്കുകയായിരുന്നു. പാർട്ടിയുടെ കടിഞ്ഞാൺ തൻ്റെ കയ്യിൽ തന്നെ വേണം, പിണറായി വിജയന്റെ കയ്യിൽ തന്നെ വേണം, എല്ലാം കൊണ്ടും ഒരു നേതാവ് എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ CPM എന്ന് പറഞ്ഞാൽ വേറെ ആരുമില്ല എന്നുള്ള നിലയ്ക്ക് കാര്യങ്ങൾ മാറ്റുന്നതിൽ ഒക്കെ തന്നെ പിണറായി വിജയന് വലിയ താല്പര്യമാണ്. അദ്ദേഹം അതിൽ ഒരു പരിധിവരെ വിജയിക്കുകയും ചെയ്തു. PA മുഹമ്മദ് റിയാസിനെ പ്രതിപക്ഷ ഉപനേതാവാക്കാനുള്ള താല്പര്യം ഇതിനിടയ്ക്ക് കടന്നു വന്നു. KN ബാലഗോപാലിന്റെ ഇടപെടൽ സഭയിൽ പ്രതിപക്ഷ നിരയിൽ നിന്ന് ശക്തമായി ഉയർന്നു. ഉപനേതാവായി ചുമതലപ്പെടുത്തിയിട്ടില്ലെങ്കിലും സഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ധനവകുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലടക്കം ബാലഗോപാലാണ് പ്രതിപക്ഷത്തെ നയിച്ചത്. പ്രായാധിക്യമുള്ള പിണറായിക്ക് മുഴുവൻ സമയ സഭാപ്രവർത്തനത്തിന് സാധിക്കാത്ത അവസ്ഥയാണ് എന്ന് പറയുന്നു. ബാലഗോപാൽ ഉപനേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടാൽ സ്വാഭാവികമായും അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാം. അത് പ്രതിപക്ഷ നേതാവാണെങ്കിലും പ്രതിപക്ഷ ഉപനേതാവാണെങ്കിലും ആ ഒരു സ്ഥാനം വഹിച്ചതുകൊണ്ട് KN ബാലഗോപാലിനെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടേണ്ടി വരാം. പക്ഷേ പിണറായി വിജയന് PA മുഹമ്മദ് റിയാസിനെ ഈ പ്രതിപക്ഷ ഉപനേതാവാക്കി അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടാനുള്ള ചില ശ്രമങ്ങൾ, പ്ലാനുകൾ ഇപ്പോഴേ മനസ്സിലുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ആണ് ഇപ്പോൾ CPI-യെ ഇളക്കി കളിക്കുന്നത് എന്നുള്ള ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ന്യൂനപക്ഷങ്ങൾ അകന്നതാണ് വലിയ പരാജയത്തിന് കാരണമായതെന്ന് പിണറായിയോട് അടുപ്പം പുലർത്തുന്ന കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷിന്റെ അടക്കമുള്ള വിലയിരുത്തൽ മുഹമ്മദ് റിയാസിനുള്ള കളമൊരുക്കലാണ് എന്നും വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഇദ്ദേഹം ന്യൂനപക്ഷക്കാരനാണ്, ഇദ്ദേഹത്തെ നിർത്തിക്കഴിഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ അടുത്തുവരും, ന്യൂനപക്ഷങ്ങൾ പാർട്ടിയോട് ചേർന്ന് നിൽക്കും എന്ന ഒരു നറേറ്റീവ് ഉണ്ടാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നീക്കങ്ങൾ. അതായത് പിണറായി മതി, പിണറായി കഴിഞ്ഞാൽ PA മുഹമ്മദ് റിയാസ് മതി, വേറെ ആരും വേണ്ട,
അമ്മായി അച്ഛനും മരുമകനും മാത്രം മതി ഈ പാർട്ടിയിലും ഈ സംവിധാനത്തിലും എന്നുള്ള നിർബന്ധ ബുദ്ധിയാണ് ഇതൊക്കെ കാണിച്ചു തരുന്നത്, ഇതൊക്കെ ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നത് ഈ ഒരു പ്ലാൻ നടപ്പിലാക്കാൻ വേണ്ടിയാണ് എന്ന് വ്യാപക വിമർശനം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നു. പാർട്ടി നേതാക്കളാണ് ഈ വിഷയത്തിൽ ഇടപെടേണ്ടത്. പാർട്ടി ഉയർന്ന കമ്മിറ്റിയിൽപ്പെട്ടവരാണ് ഈ വിഷയത്തിലൊക്കെ തന്നെ പ്രതികരിക്കേണ്ടത്. കീഴ്ഘടകങ്ങളൊക്കെ തന്നെ പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും എതിരാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് മുന്നേറാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് CPIയെ കൂടി ഇറക്കി കളിക്കുകയാണ് പിണറായി വിജയനും കൂട്ടരും PA മുഹമ്മദ് റിയാസിന് വേണ്ടി. ഇദ്ദേഹത്തെ പ്രതിപക്ഷ ഉപനേതാവാക്കി അടുത്ത തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാക്കി ഉയർത്തിക്കാട്ടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കളികളെല്ലാം നടക്കുന്നത്. ഇതിൽ തകർന്നു പോകുന്നത് KN ബാലഗോപാൽ എന്ന് പറയുന്ന നല്ല ഒരു നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ്, നല്ല ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടിയാണ്. അദ്ദേഹത്തിനെതിരെയും മന്ത്രിയായപ്പോൾ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോലും അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം കൊടുക്കണം എന്നാവശ്യപ്പെടുന്നവരാണ് CPMൽ ഭൂരിഭാഗവും.